മയിൽപീലിക്കാവ്. രചന അവതരണം മിത്രവിന്ദ. ശോഭ ചേച്ചി. അവൾ വിളിച്ചപ്പോഴേക്കും അവർ അവരുടെ റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞിരുന്നു. പേടിയോടെ മീനാക്ഷി ചുറ്റിനും നോക്കി. അവൻ്റെ റൂമിൻ്റെ വാതിലും അടഞ്ഞു കിടക്കുന്നു. വേഗം തന്നെ അവൾ തൻ്റെ റൂമിലേക്ക് ഓടിക്കേറി ഡോർ ലോക്ക് ചെയ്തു. ദൈവമേ, കണ്ണടയ്ക്കാൻ കഴിയണില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇയാളുള്ളപ്പോൾ താൻ ഈ വീട്ടിൽ എങ്ങനെ സുരക്ഷിതയാകും? അവൻ്റെ മുഖം ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ് മീനാക്ഷി. ഇല്ല, ഇനി ഇവിടെ താമസം ശരിയാവില്ല. എന്തായാലും കാലത്ത് എഴുന്നേറ്റ് ശോഭ ചേച്ചിയെ അവരുടെ കാൽ പിടിച്ച് കൂടെ നിർത്തണം. തൻ്റെ അവസ്ഥയൊന്നും പറഞ്ഞു നോക്കാം. ഇനി വീട്ടിലേക്ക് തിരിച്ചയക്കണ്ട. അമ്മ എന്തായാലും 1 മാസത്തിനുള്ളിൽ വരുമായിരിക്കും. എന്നിട്ടാവാൻ ബാക്കിയെന്ന് ഒടുവിൽ അവൾ തീരുമാനിച്ചു. രാത്രി എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും അവൾക്ക് നിശ്ചയമില്ല. ഇടയ്ക്ക് മീനാക്ഷി ഞെട്ടി ഉണർന്നു. നേരം 5 മണിയായിരിക്കുന്നു. അവൾ കിടക്ക വിട്ട് എണീറ്റു. തലേ ദിവസത്തെ ഓർമ്മകൾ പിന്നെയും കടന്നു വന്നു. ഹൃദയത്തിലൊരു വേലിയേറ്റമാണ് ഉണ്ടായത്. എന്തോ എവിടെയോ മനസ്സിനാകെ ഒരു ഭാരം. പ്രാർത്ഥനയോടെ അല്പനേരം ഇരുന്നിട്ട് വേഗം ബാത്റൂമിലേക്ക് പോയി തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചു. ചെറിയ ഒരു ആശ്വാസം പോലെ. കുളിച്ച് വിളക്ക് കൊളുത്തി കുറച്ച് സമയം പൂജാമുറിയിൽ ഇരുന്നപ്പോൾ അല്പം പേടിയൊക്കെ മാറിയതായി തോന്നി. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. അടുക്കളയിലെത്തിയപ്പോൾ ശോഭ എഴുന്നേറ്റിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പാവം, കിടക്കട്ടെ കുറച്ച് സമയം. അവർക്കും എൻ്റെ അവസ്ഥയാവും. ഉറങ്ങിക്കാണില്ല. അവൾ തലേദിവസം അരച്ചു വെച്ച മാവെടുത്ത് ദോശക്കല്ലിൽ ഒഴിച്ചു. ദോശയെല്ലാം ചുട്ടുകഴിഞ്ഞിട്ടും ശോഭ എഴുന്നേറ്റ് വന്നില്ല. നാളികേരം എടുത്ത് ചിരകി ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടിയിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുത്തു. കടുകും കറിവേപ്പിലയും ഇട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയെ താളിച്ചുകൊണ്ടവൾ ആ ചമ്മന്തി കൂടുതൽ രുചിയുള്ളതാക്കി. ശോഭേച്ചി എന്താ എണീക്കാത്തെ? സമയം 7 മണിയായിരിക്കുന്നു. അവൾ അവരുടെ റൂമിലേക്ക് ചെന്നു. വാതിൽ കൊട്ടാൻ തുടങ്ങിയതും അത് പൂട്ടിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവിടെ എങ്ങും അവൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചേച്ചി, ശോഭ ചേച്ചി, മീനാക്ഷി ഉറക്കെ വിളിച്ചു. അവരുടെ ബാഗൊന്നും മുറിയിലില്ല. ദൈവമേ, ആ സ്ത്രീ തന്നെ കബളിപ്പിച്ച് മുങ്ങിയോ? മീനാക്ഷിക്ക് പേടിയാവാൻ തുടങ്ങി. എന്താ ചെയ്യുക എൻ്റെ ഭഗവാനെ? ഇനിയും പരീക്ഷണമാണോ? ജോലിക്ക് പോകാൻ സമയമായി വരുന്നു. അയാൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. റൂമിൻ്റെ വാതിൽ അടഞ്ഞാണ് ഇപ്പോഴും കിടക്കുന്നത്. വീടടച്ചിട്ട് പോകാനും പറ്റൂല. വരട്ടെ, കുറച്ച് സമയം കൂടി കാത്തിരിക്കാമെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് ശോഭയുടെ ഫോൺ ചലിച്ചു. ഇതെടുക്കാതെയാണോ അവർ പോയത്? ആദ്യം അവൾ ഫോൺ എടുത്തില്ല. അവൾക്ക് ദേഷ്യം വന്നു. ഒരു വാക്ക് പോലും പറയാതെ അവർ പോയി കളഞ്ഞു. മൂന്നാമതും ഫോൺ റിങ് ചെയ്യുകയും മീനാക്ഷി അതെടുക്കാൻ തുനിഞ്ഞതും പിറകിൽ നിന്നൊരാൾ വന്ന് ആ ഫോൺ എടുത്തു. നോക്കിയപ്പോൾ രുക്മിണിയമ്മയുടെ മകൻ. മീനാക്ഷി ഭയന്നുകൊണ്ട് പിന്നോട്ട് മാറി. അവനതെടുത്തിട്ട് സ്പീക്കർ ഓൺ ചെയ്തു. ഹലോ മീനൂട്ടി, ശോഭ ചേച്ചിയാണ്. മീനാക്ഷി ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഫോണിൽ നോക്കി. മോൾക്ക് ദേഷ്യമുണ്ടെന്നറിയാം. ക്ഷമിക്കണേ, വേറെ വഴിയില്ല. അതുകൊണ്ടേ ഞാൻ എൻ്റെ മോളുടെ അടുത്തേക്ക് പോവുക. മക്കൾ പറഞ്ഞവിടെ നിൽക്കണ്ടെന്ന്. മോളും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ കുഞ്ഞെ. അവൻ ആ ശ്രീഹരി അല്ലെങ്കിൽ നിന്നെയും വെച്ചേക്കില്ല കേട്ടോ. നിന്നെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ ഇളകും. വെറും വൃത്തികെട്ടവനാണ് കുഞ്ഞെ. മോളെ, നീ കേൾക്കുന്നുണ്ടോ? അവർ ചോദിച്ചതും മീനാക്ഷി മെല്ലെ മുഖമുയർത്തി ശ്രീഹരിയെ നോക്കി. മോളെ മീനൂട്ടി. ആ ചേച്ചി. മോൾക്ക് ദേഷ്യമാണല്ലേ? അറിയാം മോളെ. പക്ഷെ ചേച്ചിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവനൊരു ചെറ്റിയാ മോളെ. നീ എത്രയും വേഗം പൊയ്ക്കോണം കേട്ടോ. മീനാക്ഷിക്ക് തല കറങ്ങും പോലെ തോന്നി. അവൾ കുറച്ചുകൂടെ പിന്നിലേക്ക് നീങ്ങി ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. അവൻ ഫോൺ കൊണ്ടുപോയി അവളുടെ കയ്യിൽ കൊടുത്തു. മോളെ മീനാക്ഷി. ആ ചേച്ചി. അവൾ വല്ലഭിദേനെയും അവരെ വിളിച്ചു. മോളെ, ശ്രീഹരി എഴുന്നേറ്റോ? ഇല്ല ചേച്ചി. എൻ്റെ പൊന്നുമോളെ, നീ രക്ഷപ്പെട്ടോ? നിന്നെപ്പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി എങ്ങനെ അവിടെ ഒറ്റയ്ക്ക് കഴിയും? നിന്റെ മാനം പോകും മോളെ. മോളെ, ഞാൻ വയ്ക്കട്ടെ. നീ വിഷമിക്കരുത്. എൻ്റെ അവസ്ഥ കൊണ്ടാണ്. ശരി ചേച്ചി, വെച്ചോളൂ. ആ പിന്നെ മോളെ, നീ ഒന്നും വെച്ചുണ്ടാക്കാൻ നിൽക്കണ്ട. വേഗം ഒരുങ്ങി ഇറങ്ങിക്കോ ഇവിടുന്ന്. അതും പറഞ്ഞുകൊണ്ട് കോൾക്കട്ടായി ശ്രീഹരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശ്രീഹരി എന്നാണ് അയാളുടെ പേരെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ അടുക്കളയിലേക്കാണ് പോയതെന്ന് മീനാക്ഷി കണ്ടു.
മീനാക്ഷി തലചരിച്ചു നോക്കി. ചായ ഇടുവാനുള്ള ശ്രമത്തിലാണ് അയാൾ. താൻ ഇട്ട് കൊടുക്കണോ? അവൾ ഓർത്തു. ഓ വേണ്ട, ഇയാളെക്കുറിച്ച് ഇത്രയ്ക്ക് അറിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് അവൾക്ക് തോന്നി. ചായ ഇട്ടുകൊണ്ട് അവൻ മെല്ലെ അവൻ്റെ റൂമിലേക്ക് പോയി. മീനാക്ഷിയാണെങ്കിൽ നിന്നെടുത്ത് നിന്നതേയുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കൊരു ഊഹവുമില്ല. എന്തായാലും ശരി, ജോലിക്ക് പോകാൻ നമ്മൾ തീർച്ചപ്പെടുത്തി. തൻ്റെ മുറിയിലേക്ക് മെല്ലെ നടന്നു. കുറച്ചു കഴിഞ്ഞ് മീനാക്ഷി ജോലിക്ക് പോകാൻ റെഡിയായി വന്നു. വേഗം 2 ദോശ എടുത്തവൾ കഴിച്ചു. അവൾ നോക്കിയപ്പോൾ ശ്രീഹരി കുളി കഴിഞ്ഞിറങ്ങി വരുന്നുണ്ട്. ഇന്നലെ കണ്ട ആളല്ല ഇതെന്ന് അവൾ ഓർത്തു. ഇപ്പോൾ ആൾക്കൊരു മനുഷ്യക്കോലൊക്കെ ആയി. അവൻ ഹോളിൽ ഇറങ്ങി വന്ന് TV ഓൺ ചെയ്ത് ഒരു കസേരയിലിരുന്നു. മീനാക്ഷി രണ്ടും കൽപ്പിച്ച് ഒരു പ്ലേറ്റിൽ 3 ദോശയും ഒരു ബൗളിൽ കുറച്ച് ചട്നിയും എടുത്ത് ടേബിളിൽ വെച്ചു. കുടിക്കാനായി ചായയും ചൂടുവെള്ളവും കൂടി അവൾ എടുത്തു വെച്ചിരുന്നു. അവൾ തിരികെ അടുക്കളയിൽ പോയിട്ട് വന്നപ്പോഴേക്കും ശ്രീഹരി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ന് ജോലിക്ക് പോകണോ ഇല്ലയോ എന്ന് സംശയം മീനാക്ഷിക്ക് പെട്ടെന്ന് ഉടലെടുത്തു. രാവിലത്തേക്കുള്ള ഭക്ഷണം മാത്രമേ റെഡിയായിട്ടുള്ളൂ. ഇത്ര പെട്ടെന്ന് ഇയാൾ ആഹാരം കഴിക്കുന്നോളം ഓർത്തില്ല. ഓ, തനിക്കിപ്പോൾ അയാളോട് സഹതാപം തോന്നേണ്ട കാര്യമില്ല. തന്നെയുമല്ല, ഉച്ചയ്ക്ക് വേണമെങ്കിൽ അയാൾ ദോശ കഴിക്കട്ടെ. മീനാക്ഷി ബാഗും എടുത്ത് പോകാൻ ഇറങ്ങി വന്നപ്പോൾ ശ്രീഹരി ഉമ്മർത്തുണ്ട്. തന്നോട് ഇതുവരെ മിണ്ടാത്ത സ്ഥിതിക്ക് ഇയാളോട് ജോലിക്ക് പോകുന്ന കാര്യം പറയേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. മീനാക്ഷി, ഞാനിവിടെ വന്ന കാര്യം തൽക്കാലം അമ്മ അറിയണ്ട. തന്നെ വിളിക്കുവാണെങ്കിൽ ഇത് പറയേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മീനാക്ഷിയെ നോക്കി അവൻ പറഞ്ഞു. അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? ഇക്കുറി അവൻ്റെ ശബ്ദം കനത്തു. പെട്ടെന്ന് അവൾ തലകുലുക്കി. അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് അവളുടെ നേർക്ക് വന്നു. അവൾ പിന്നോട്ട് മാറാൻ തുടങ്ങിയതും സ്റ്റെപ്പിൽ നിന്ന് വേച്ചു പോയത് ഒരുമിച്ചാണ്. തനിക്ക് കണ്ണു കണ്ടുകൂടെ? അവൻ ഒച്ച ഉയർത്തിയപ്പോൾ അവളെ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അമ്മയോട് പറയണ്ട, മനസ്സിലായി കാണുമല്ലോ അല്ലേ? അവൻ ഒന്നുകൂടി ആവർത്തിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. വാതിലടയുന്ന ശബ്ദം മീനാക്ഷി കേട്ടു. അന്ന് ബാങ്കിൽ ചെന്നപ്പോൾ 2 തവണ രുക്മിണിയമ്മ അവളെ വിളിച്ചിരുന്നു. അവൾ പക്ഷേ ശ്രീഹരി വന്ന കാര്യം മാത്രം പറഞ്ഞില്ല. എന്തോ ഒരു ഭയം തോന്നി അവൾ. ഇന്ന് എന്താ മീനാക്ഷി ഒരു ഉഷാറില്ലാത്തത്? അംബിക മേഡം ചോദിച്ചെങ്കിലും മറുപടിയായി അത് ചിരിച്ചു തള്ളുകയാണ് അവൾ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റലിലേക്ക് മാറണം, അതുമാത്രമാണ് അവളുടെ ചിന്ത. ഇടയ്ക്ക് വിശാലിൻ്റെ നോട്ടം അവളെ തേടി വരുന്നുണ്ട്. മീനാക്ഷി ഇടയ്ക്ക് അവനെ നോക്കി ഒന്നും പുഞ്ചിരി തൂകി, അത്രമാത്രം. എന്നും ജോലി കഴിഞ്ഞ് ഓടി വരുന്ന മീനാക്ഷിക്ക് അന്ന് ആദ്യമായി കാലുകൾ കുഴിഞ്ഞു. എന്തെങ്കിലും വഴി കണ്ടേ തീരുവെന്ന് അവൾ ഓർത്തു. വീട്ടിലെത്തിയ മീനാക്ഷി കോളിംഗ് ബെൽ അടിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വാതിൽ തുറക്കപ്പെട്ടത്. ശ്രീഹരി തലയിൽ തോർത്തുകൊണ്ടൊരു കെട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കൃത്യമായി എന്തോ പണിയിലാണ് ആളെന്ന് അവൾക്ക് തോന്നി. അകത്തേക്ക് കയറി വന്നപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. എന്തോ കറിയാണെന്ന് അവൾക്ക് മനസ്സിലായി. നേരെ റൂമിൽ ചെന്നിട്ടവൾ വാതിൽ ലോക്ക് ചെയ്തു. ഡ്രസ്സ് മാറിയിട്ടിട്ടവൾ ഹാളിലേക്ക് വന്നത്. ശ്രീഹരി അപ്പോഴും അടുക്കളയിലാണ്. മുറ്റമെല്ലാം അടിച്ചുവാരി ഉമ്മറുമെല്ലാം തുടച്ചിട്ടവൾ കുളിക്കുവാനായി പോയി. വാതിലൊക്കെ ലോക്ക് ചെയ്യുന്നതിൽ അവൾ അതീവ ശ്രദ്ധ ചെലുത്തി. കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് നാമം ജപിച്ച ശേഷമാണ് അവൾ ചായ കുടിക്കാൻ പോയത്. അടുക്കളയിൽ അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാര്യമായി കുക്കിംഗ് ആണെന്ന് അവൾ ഓർത്തു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ശ്രീഹരി ഇറങ്ങിപ്പോയ ശേഷം എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് ഓർത്തു. തലവേദന കൊണ്ട് ചെറുതായിട്ട്. ഇന്നലെ രാത്രി ഉറങ്ങാഞ്ഞിട്ടാണ്. മീനാക്ഷിക്കാണെങ്കിൽ ആകെ ഒരു വിമ്മിഷ്ടം തോന്നി. എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ കാത്തിരിക്കും. ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും സ്നാക്സ് കാണും. അവളതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു വിശേഷമൊക്കെ പറയും അവരോട്. ഇതിപ്പോൾ എല്ലാം ആകെ താളം തെറ്റി. അവൾക്ക് ചെറിയ ദേഷ്യവും തോന്നി. തുടരും.